ഇന്ന് നമ്മൾ ആവറേജ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരാശരി എന്ന ചാപ്റ്റർ സാധാരണ PSC പരീക്ഷയ്ക്ക് ഏകദേശം 15-ലധികം വിവിധ മോഡലുകളായി ചോദിച്ചിട്ടുള്ള ഒരു വലിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ ഓരോ മോഡലുകളും നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ലളിതമായി എഴുതുന്ന തരത്തിലാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ശരാശരി? ശരാശരി എന്ന് പറഞ്ഞാൽ ആവറേജ്. ഇപ്പോൾ ഒരു നമ്പർ തരുന്നു, 50 എന്നൊരു സംഖ്യ തരുന്നു. എന്താണ് ഈ 50 എന്ന സംഖ്യയുടെ ശരാശരി എന്ന് ചോദിച്ചാൽ ആ നമ്പർ തന്നെയായിരിക്കും ശരാശരി. അപ്പോൾ ഒരു സംഖ്യയുടെ ശരാശരി കാണാൻ ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഒരേപോലത്തെ സംഖ്യകളാണ് തരുന്നതെങ്കിലോ, ഒരു 50-ന് പകരം മറ്റൊരു 50 കൂടെ തന്നു, മൂന്നാമതൊരു 50 കൂടെ തന്നു, അപ്പോൾ 3 50-കളുണ്ട് എങ്കിൽ അതിലെ ശരാശരി കാണാൻ ഒന്നും ചെയ്യണ്ട, അതിലേതെങ്കിലും ഒരു സംഖ്യ എടുത്താൽ മതി. എല്ലാ സംഖ്യയും തുല്യമല്ലേ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, 50 തന്നെയാണ് ശരാശരി. അതായത് സംഖ്യകൾ തുല്യമാണെങ്കിൽ എത്ര സംഖ്യ തന്നാലും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അതിലൊരു സംഖ്യ എടുക്കാം. എന്നാൽ അതിലേതെങ്കിലും ഒരു സംഖ്യ വ്യത്യസ്തമാണെങ്കിലോ, അതായത് ഇവിടെ 4-മത്തൊരു സംഖ്യ നമ്മൾ 60 എന്ന് പറഞ്ഞു, ആദ്യത്തെ 3 സംഖ്യകൾ 50-ഉം 4-മത്തൊരു സംഖ്യ 60-ഉമാണ്. അപ്പോൾ സംഖ്യകൾ തുല്യമാണോ? അല്ല. അപ്പോൾ തുല്യമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ശരാശരി കാണുക? അവിടെ നമ്മൾ ശരാശരി കാണാനൊരു ഫോർമുല ഉപയോഗിക്കും, തുക ബൈ എണ്ണം. ഓക്കെ, സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പോൾ ഇവിടെ 3 50-കൾ പ്ലസ് ചെയ്യുമ്പോൾ 150, അതിനോടൊപ്പം ഒരു 60 കൂടെ ഉണ്ട്, 210/4 എന്നാണ് നമ്മൾ ആക്ച്വലി ഇവിടെ എഴുതുക. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ ശരാശരി കാണാൻ തുക ബൈ എണ്ണം എന്നതൊരു ബേസിക് ഫോർമുലയാണ്. ഈ ബേസിക് ഫോർമുല എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സീരീസ് ഓഫ് നമ്പർ തരുന്നു, ആ നമ്പറുകൾ തുല്യമല്ലാതിരിക്കുന്നു, അതിൽ ഒരു നമ്പറെങ്കിലും തുല്യമല്ലാതിരുന്നാൽ മാത്രം നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കണം. ഇതാണ് ഇതിൻ്റെ ബേസ്. എന്നാൽ നമുക്കിതിനകത്ത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഓരോ ടൈപ്പിലും നമുക്ക് വളരെ സിമ്പിളായി എഴുതാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലേക്ക് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പുകളിലേക്ക് വരാം. ആദ്യത്തെ ടൈപ്പ് ഇതാണ്. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? അപ്പോൾ ഇവിടുത്തെ ചോദ്യം എണ്ണൽ സംഖ്യകളുടെ ശരാശരി. എണ്ണൽ സംഖ്യകളെന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ്. കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 എന്ന് പറയുന്ന അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. ക്ലിയർ അല്ലേ? ഈ എണ്ണൽ സംഖ്യകൾക്ക് മറ്റൊരു മലയാള വാക്കുണ്ട്, അതാണ് നിസ്സർഗ സംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകൾക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു മലയാള വാക്കാണ് നിസ്സർഗ സംഖ്യകൾ. ഇംഗ്ലീഷിൽ അതിനെ നാച്ചുറൽ നമ്പർ എന്ന് പറയും. നാച്ചുറൽ നമ്പറും കൗണ്ടിങ് നമ്പറും ഒന്നാണ്. മലയാളത്തിൽ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യ എന്ന് പറയും. ഇവിടുത്തെ ഏറ്റവും സിമ്പിളായ മെത്തേഡ്, എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ തന്നാൽ അതിൽ ആദ്യത്തെ എന്ന വാക്കല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? എന്താണ് ഈ ആദ്യത്തെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 മുതൽ തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളെന്ന് പറഞ്ഞാൽ 1 2 3 4 അപ് ടു 50 വരെയുള്ള 50 സംഖ്യകളുണ്ട്, ശരിയല്ലേ? ദെൻ ഇവയുടെ ശരാശരി കാണേണ്ട മെത്തേഡ്, എത്ര സംഖ്യ ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിൻ്റെ പകുതി എടുക്കണം. പകുതി എടുത്ത് അതിനോടൊപ്പം ഒരു 0.5 കൂടെ കൂട്ടണം. ഇതാണ് എഴുതാതെ ചെയ്യാവുന്ന മെത്തേഡ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ തന്നിരിക്കുന്ന സംഖ്യയുടെ എണ്ണത്തിൻ്റെ പകുതി എടുത്ത് 0.5 കൂട്ടുക. ഇവിടെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 50 എണ്ണം ഉണ്ട്. 50-ൻ്റെ പകുതി എത്ര? 25. അതിനോട് 0.5 കൂട്ടിയാൽ എന്ത്? 25.5. വ്യക്തമല്ലേ? അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചേ, ഇതിനൊരു സെൻറ്റൻസ് ആക്കി പഠിക്കുമ്പോൾ നമുക്ക് ഫോർമുലകളുടെ എണ്ണം കുറവാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും, എഴുതാതെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ നമ്മൾ പഠിക്കേണ്ടത്, തന്നിരിക്കുന്ന സംഖ്യയുടെ പകുതി എടുത്തു, അതിനോടൊപ്പം ഒരു 0.5 പ്ലസ് ചെയ്തു. ഇവിടെ 50 എണ്ണൽ സംഖ്യകൾ തന്നിട്ടുണ്ട്, 50-ൻ്റെ പകുതി 25, അതിനോടൊരു 0.5 കൂട്ടിയാൽ 25.5. എങ്ങനെയാണ് ഈ പകുതി പ്ലസ് 0.5 വരിക? ഓക്കെ, നമ്മളത് പഠിച്ചിരിക്കേണ്ടതല്ലേ? ചെറുപക്ഷെ ഇത് മറന്നുപോയാൽ എന്ത് ചെയ്യണ്ടേ? അപ്പോൾ ഈ പകുതി പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ ശരാശരി കാണാൻ നമ്മൾ തുക ബൈ എണ്ണം എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1/2 അല്ലേ ഇക്വേഷൻ? ഇത് തുക കാണാൻ്റെ ഇക്വേഷൻ അല്ലേ? ശരാശരി കാണാൻ തുക ബൈ എണ്ണം, അപ്പോൾ ബൈ n വരും.
അപ്പോൾ ഇവിടെ ഡിവിഷൻ വരുന്നു. n എന്ന് പറഞ്ഞാൽ n/1 അല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്ത് 1/n എന്ന് വരും. ഈ n കട്ട് ചെയ്ത് പോയി ബാക്കി അവശേഷിക്കുന്ന എന്താ, n+1/2 ആണ്. എങ്ങനെയാണ്, n+1/2 ആണ്. ഈ n എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ എണ്ണം, അതിനോട് 1 കൂട്ടി പകുതി എടുക്കുക എന്നാണ് റൂള്. അതൊരു ഇക്വേഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാവൂ, ഈ n/2 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ സംഖ്യ, /2 എന്ന് പറഞ്ഞാലോ പകുതി, അതാണ് പകുതി എന്ന വാക്ക് വരുന്നത്. ഇനി ഇവിടെ കിടക്കുന്ന പ്ലസ് തന്നെയാണ് പ്ലസ്. ദെൻ അടുത്ത് 1/2 എന്ന് പറയുന്നത് എപ്പോഴും 0.5 അല്ലേ, അര. ദെൻ അങ്ങനെയാണ് പകുതി പ്ലസ് 0.5 എന്ന് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഫോർമുലയെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n+1/2 എന്നാണ് നമുക്ക് കിട്ടുക. ഈ n+1/2നെയാണ് നമ്മൾ പകുതി പ്ലസ് 0.5 എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ, സെറ്റല്ലേ? ദെൻ നമുക്കിനി ഈ മോഡലിലെ മറ്റു ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ 80 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ക്വസ്റ്റ്യൻ കിട്ടിയാൽ 5 സെക്കൻഡ്. 80 എണ്ണൽ സംഖ്യ, 80ൻ്റെ പകുതി 40, അതിനോടൊരു 0.5 കൂട്ടിയാൽ 40.5. ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. അടുത്ത ചോദ്യം, ആദ്യത്തെ 37 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? അപ്പോൾ എന്ത് ചെയ്യും, 37ൻ്റെ പകുതി, 30ൻ്റെ പകുതി 15ഉം 7ൻ്റെ പകുതി 3.5. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 18.5. പകുതി വേഗം എടുത്തോളണം. 37ൻ്റെ പകുതി എന്ന് ഒരുമിച്ച് ആലോചിച്ചാൽ നമുക്ക് ലേറ്റായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 37ന് 30 7ഉം കൂടെ കൂട്ടുന്നതല്ലേ. 30ൻ്റെ പകുതി എത്രയാണ്? 15ആണ്. 7ൻ്റെ പകുതി എത്രയാണ്? 3.5. അപ്പോൾ 18.5. അതിനോടൊപ്പം ഒരര കൂടെ കൂട്ടിയാൽ എന്താ ഉത്തരം? 19. ഇനി ഇവിടെ 37 എന്ന സംഖ്യയുടെ പകുതി എടുക്കാൻ നമ്മളിൽ ലേറ്റായി. ഏതിനേക്കാൾ? തൊട്ടു മുമ്പ് കണ്ട 80ഉം 50ഉം ഒക്കെ ആയിട്ടുള്ള ഇരട്ട സംഖ്യകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 37 എന്നോ 41 എന്നോ 25 എന്നോ തരുന്ന ഒറ്റ സംഖ്യകളുടെ പകുതി എടുക്കാൻ ലേറ്റ് ആവുന്നെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ പഠിച്ചേ? പകുതി പ്ലസ് 0.5ന് തുല്യമല്ലേ n+1/2. അതായത് ഒരു സംഖ്യയുടെ പകുതി എടുത്ത് 0.5 കൂട്ടുന്നതിന് തുല്യമാണ് ആ സംഖ്യയോട് 1 കൂട്ടി പകുതി എടുക്കുന്നത്. ഇവിടെ സംഖ്യ എത്ര? 37. നിങ്ങൾ അതിനോട് 1 കൂട്ടിയെങ്കിൽ 37നോട് 1 കൂട്ടിയാൽ ആരായി? 38. 38ൻ്റെ പകുതി എത്ര? 19. അപ്പോൾ ഇതിലേത് മെത്തേഡ് വേണോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പഠിക്കുക എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പകുതി പ്ലസ് 0.5 ആണ്. എന്നാൽ എനിക്കൊരു ഒറ്റ സംഖ്യ കിട്ടുമ്പോൾ പകുതി എടുക്കാൻ ഞാൻ ലേറ്റ് ആവുമെന്നുണ്ടെങ്കിൽ പകുതിക്ക് പകരം എന്ത് ചെയ്താൽ മതി? 1 കൂട്ടി പകുതി എടുത്താൽ മതി. സെയിം ആൻസർ കിട്ടും. വ്യക്തമാണ്. ശരി, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? അപ്പോൾ ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് എന്നാണ്. 2, 4, 6, 8 എന്ന് പറയുന്ന സംഖ്യകളാണ്. ഇവിടെ ആദ്യത്തെ എന്ന വാക്കുണ്ട്. അതായത് ഇരട്ട സംഖ്യകൾ എവിടെയാണോ ആരംഭിക്കുന്നത്? 2-ലല്ലേ. ആ 2 മുതലുള്ള 40 ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ്. എളുപ്പ വഴി ഇതാണ്. ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദ്യമെങ്കിൽ എത്ര സംഖ്യ തന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ സംഖ്യ എത്ര? 40. ആ സംഖ്യയോട് 1 കൂട്ടുക. സോ സംഖ്യയുടെ എണ്ണം 40 അല്ലേ. 40നോട് 1 കൂട്ടിയാൽ ഉത്തരം എന്ത്? 41. അപ്പോൾ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത് എന്ന് ചോദിച്ചാൽ 40 + 1 41. ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണേണ്ട മെത്തേഡ് എന്താണ്? എളുപ്പവഴി സംഖ്യ + 1. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ട സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് എടുക്കുന്ന ഫോർമുല ഏത്? ഓക്കെയാണ്. അപ്പോൾ പഠിച്ചല്ലോ, ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്യും? സംഖ്യ + 1. നേരത്തെ പഠിച്ച എന്താ? എണ്ണൽ സംഖ്യ. അവിടെ എന്താ മെത്തേഡ്? എത്ര സംഖ്യയുണ്ടോ അതിൻ്റെ പകുതി എടുത്തു, ആ പകുതിയോട് ഒരു 0.5 കൂടെ പ്ലസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇവിടെ ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് സംഖ്യ + 1. ഓക്കെയാണ്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ആദ്യത്തെ 70 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇവിടുത്തെ ഇരട്ട സംഖ്യകളുടെ എണ്ണം 70 ആണ്. ശരാശരി കാണേണ്ട മെത്തേഡ് ഇരട്ട സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എടുക്കുക, അതിനോട് 1 പ്ലസ് ചെയ്യുക. സംഖ്യയുടെ എണ്ണം ഇവിടെ 70 അല്ലേ. ആ 70നോട് 1 പ്ലസ് ചെയ്ത് നോക്കി. 70 + 1 നമ്മുടെ ഉത്തരം 71. അപ്പോൾ നമ്മൾ പഠിച്ചു ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ എത്ര സംഖ്യയാണോ തന്നിരിക്കുന്ന ആ സംഖ്യയോട് 1 കൂട്ടുക. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം 70 ആയതിനാൽ 70നോട് 1 കൂട്ടി നമ്മുടെ ഉത്തരം 71. ഓക്കെ, നമുക്ക് നോക്കാം മറ്റൊരു ചോദ്യം.
ആദ്യത്തെ 126 ഇരട്ട സംഖ്യകളുടെ ശരാശരി. 126 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് 1 കൂട്ടിയാൽ അതിൻ്റെ ശരാശരി കിട്ടില്ലേ? സോ 126 + 1 നമ്മുടെ ഉത്തരം 127 ഒക്കെയാണ്. ടൈപ്പ് നമ്പർ 2 ഒക്കെയാണ്. ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാണോ അതിനോട് നമ്മൾ 1 കൂട്ടും. ഓക്കെ, സംഖ്യ +1 ആണ് റൂള്. ഓക്കെ ആണ്. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. മൂന്നാമത്തെ ടൈപ്പ്. ആദ്യത്തെ ഉണ്ട് 30 ഒറ്റ സംഖ്യകൾ. നേരത്തെ എണ്ണൽ സംഖ്യയും ഇരട്ട സംഖ്യയും പഠിച്ചതിനാൽ തീർച്ചയായും നമുക്ക് ഒറ്റ സംഖ്യയും പഠിക്കേണ്ടി വരും. ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനാണ് ഏറ്റവും എളുപ്പം. കാരണം ഒന്നും ചെയ്യണ്ട, ഒരു റിസ്ക്കും ഇല്ല. എത്ര ഒറ്റ സംഖ്യകളുണ്ടോ ആ സംഖ്യയുടെ എണ്ണം തന്നെ ആയിരിക്കും ശരാശരി. എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തരുന്ന ഒറ്റ സംഖ്യകളുടെ എണ്ണം നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഇവിടുത്തെ ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്ര? 30 ഒറ്റ സംഖ്യ. അപ്പോൾ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് തന്നെ? 30 തന്നെ. എത്ര ഒറ്റ സംഖ്യ തരുമോ അത്രയും സംഖ്യകൾ മാത്രമായിരിക്കും അതിൻ്റെ ശരാശരി. സംഖ്യയുടെ എണ്ണം മാത്രമായിരിക്കും അതിൻ്റെ ശരാശരി. ക്ലിയർ അല്ലേ? ചോദ്യം. ആദ്യത്തെ 250 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഒന്നും വേണ്ട, 250 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് തന്നെ? 250 തന്നെ. പഠിച്ചു നോക്കാം. ആദ്യത്തെ 120 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം 120. ആദ്യത്തെ 120 ഒറ്റ സംഖ്യകളുടെ ശരാശരി 120 തന്നെയാണ്, നിസ്സംശയം. ഉറപ്പല്ലേ? അപ്പോൾ മക്കളെ, നമ്മൾ 3 മോഡലാണ് പഠിച്ച്. ഇതിന് സാമ്യമുണ്ട്. നേരെ പഠിച്ചില്ലെങ്കിൽ, വ്യക്തമായി കൃത്യതയോടുകൂടി പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റും. നമുക്ക് ഡൗട്ട് വരും. പകുതി എടുക്കണോ, 1 കൂട്ടണോ, അതേ സംഖ്യ എഴുതണോ? അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവ 3 നമ്മൾ വ്യത്യസ്തമായിട്ടാണ് പഠിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കി പഠിക്കണം. 3 നമുക്ക് കാണേണ്ടത് ശരാശരി അല്ലേ? ക്വസ്റ്റ്യൻ എന്താ? ശരാശരി കാണാൻ. ആദ്യത്തെ എന്തായിരുന്നു? എണ്ണൽ സംഖ്യ. എന്തായിരുന്നു? എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ ആണെങ്കിൽ മെത്തേഡ് എന്തായിരുന്നു? പകുതി + 0.5. അടുത്ത എന്താണ്? ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യയാണെങ്കിൽ എന്താണ് മെത്തേഡ്? സംഖ്യ +1. അടുത്ത എന്താണ്? ഒറ്റ സംഖ്യ. എന്താണ് മെത്തേഡ്? സംഖ്യ. ഈ സെൻറ്റൻസ് ഒറ്റയ്ക്ക് വായിച്ചങ്ങ് പഠിച്ചാൽ മതി. ശരാശരി കാണാൻ എണ്ണൽ സംഖ്യയാണെങ്കിൽ പകുതി + 0.5, ഇരട്ടയാണെങ്കിൽ +1, ഒറ്റയാണെങ്കിൽ അതേ സംഖ്യയും. 3 പഠിച്ചു. ഈ സെൻറ്റൻസ് അറിയാമെങ്കിൽ പരസ്പരം മാറുകയുമില്ല. എണ്ണൽ സംഖ്യ പകുതി + 0.5, ഇരട്ട +1, ഒറ്റ അതേ സംഖ്യ. ഈ മെത്തേഡ് എപ്പോൾ ഉപയോഗിക്കും? ചോദ്യം ആദ്യത്തെ എന്ന വാക്ക് സ്പെസിഫൈ ചെയ്യും. അതായത് ഈ സീരീസുകൾ ആദ്യത്തെ നമ്പറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഓക്കെയാണ്. ടൈപ്പ് 4ലേക്ക് വരാം. ചോദ്യം. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ഇരട്ട സംഖ്യകളുടെ ശരാശരി. അപ്പം ചോദ്യം എന്താ? ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദ്യം. ആദ്യത്തെ എന്നൊക്കെ പറയുമ്പോൾ ഇരട്ട സംഖ്യ തുടങ്ങുന്നത് മുതൽ തന്നെയാണ് നമ്മൾ പഠിച്ച മെത്തേഡിൽ ഒന്നും മാറ്റമില്ല. എത്ര ഇരട്ട സംഖ്യയുണ്ടോ അതിനോട് 1 കൂട്ടുക. അങ്ങനെ നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കി. പക്ഷേ അവിടെ ആരെ കാണാനില്ല? ഇരട്ട സംഖ്യയെ കാണാനില്ല. പകരം ആരാ കിടക്കുന്നേ? എണ്ണൽ സംഖ്യ. ആരാ എണ്ണൽ സംഖ്യ? 1, 2, 3, 4 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ. ഈ എണ്ണൽ സംഖ്യകളിൽ 1 ഇടവിട്ട സംഖ്യകൾ ആരാണ്? ഇരട്ട. മറ്റെന്താണ്? ഒറ്റ. അപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ഇരട്ടയും ഒറ്റയുമായി വരുന്ന സീരീസാണ് എണ്ണൽ സംഖ്യകളുടെ. നമ്മൾ ആദ്യത്തെ 2 നമ്പർ എടുത്താൽ 1 ഇരട്ട 1 ഒറ്റ. ആദ്യത്തെ 4 എണ്ണം എടുത്താൽ 2 ഇരട്ട 2 ഒറ്റ. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ 10 സംഖ്യകൾ എടുത്തോ, 10ൻ്റെ പകുതി 5 എണ്ണം ഇരട്ടയും 5 എണ്ണം ഒറ്റയും ആയിരിക്കും. ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 50. അപ്പോൾ ആദ്യത്തെ 50 സംഖ്യകളിൽ ഇരട്ട സംഖ്യകളുടെ എണ്ണം എത്ര? 25. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളവിടെ എണ്ണം കണ്ടെത്തണം. 50 എണ്ണമാണ് എണ്ണൽ സംഖ്യ. ഈ 50 എന്ന് പറയുന്ന സംഖ്യയുടെ പകുതി എടുത്തു. 25 എണ്ണ ഇരട്ട, 25 എണ്ണ ഒറ്റ. പകുതി എടുക്കാൻ പറ്റുന്ന ഒരു എണ്ണൽ സംഖ്യകളുടെ സീരീസിലെ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ 1 മുതൽ 50 വരെ എടുക്കുമ്പോൾ 50 അല്ലേ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ? അതിൻ്റെ പകുതി എടുത്താൽ എണ്ണം കിട്ടും. 25 ഇരട്ട സംഖ്യ എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? 25 + 1. ഉത്തരം 26. ക്ലിയറാണ്?
ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡല്. എണ്ണൽ സംഖ്യകൾ തന്ന് അതിനകത്ത് ഇരട്ടയോ ഒറ്റയോ സംഖ്യയുടെ ശരാശരി ചോദിക്കും. ആദ്യം എന്ത് ചെയ്യണം? പകുതി എടുത്തുകൊണ്ട് അതിൻ്റെ നമ്പർ കണ്ടെത്തണം, എണ്ണം കണ്ടെത്തണം. എണ്ണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ സംഖ്യയോട് 1 കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിലോ അതേ സംഖ്യ എഴുതും. അപ്പോൾ 50 എണ്ണൽ സംഖ്യയിൽ 25 ഇരട്ട പോയാൽ ഒറ്റ ചോദിച്ചെങ്കിൽ എത്ര ഒറ്റ സംഖ്യയുണ്ട്? 25 ഒറ്റ സംഖ്യയുണ്ട്. 25 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ത് തന്നെയായിരിക്കും? 25 തന്നെയായിരിക്കും. അപ്പോൾ മക്കളെ, ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കണം. ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ സംഖ്യ പ്ലസ് 1 തന്നെ, പക്ഷേ എന്ത് തന്നിരിക്കുന്നു? ഇരട്ട സംഖ്യയ്ക്ക് പകരം എണ്ണൽ സംഖ്യ തന്നിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? എണ്ണൽ സംഖ്യയുടെ പകുതി എടുത്തുകൊണ്ട് ഇരട്ട സംഖ്യയുടെ എണ്ണം കാണണം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ 80 എണ്ണൽ സംഖ്യകളിലെ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? ആദ്യത്തെ 80 എണ്ണൽ സംഖ്യ, നേരത്തെ അതേ മോഡലല്ലേ? 80 എണ്ണൽ സംഖ്യകൾക്കകത്ത് എത്ര ഇരട്ട സംഖ്യയുണ്ട്? 40 ഇരട്ട സംഖ്യ. എഴുതാതെ തന്നെ എടുക്കാം. ഈ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണും? 40നോട് ഞാൻ 1 കൂട്ടും. 40 + 1, എൻ്റെ ഉത്തരം 41. ക്ലിയറാണ്. നോക്കൂ അടുത്ത ചോദ്യം. ആദ്യത്തെ 81 എണ്ണൽ സംഖ്യ. ഈ 81 എണ്ണൽ സംഖ്യകൾക്കകത്ത് ഇരട്ടയുടെ ശരാശരി എന്ത്? 81ൻ്റെ പകുതി എടുക്കുമ്പോൾ ഡെസിമൽ. അതുമല്ല, 81 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണൽ സംഖ്യയുടെ സീരീസിൽ 1, 2, 3, 4 അപ് ടു 81 വരെ വരുമ്പോൾ 81 എന്തല്ല? ഇരട്ടയല്ല. അപ്പോൾ ഈ സീരീസിലെ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ആരാ? 80. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? എണ്ണം കാണാൻ 81ന് മുമ്പുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യയുടെ പകുതി എടുത്തു. 80ൻ്റെ പകുതി എത്ര? 40. അപ്പോൾ ഇരട്ട സംഖ്യയുടെ എണ്ണം ക്ലിയർ ആണല്ലോ. 80 തന്നാലും 81 തന്നാലും ഇരട്ട സംഖ്യകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവുമോ? 80ൻ്റെ പകുതി 40. കാരണം 80 കഴിഞ്ഞാൽ അടുത്ത ഇരട്ട സംഖ്യ ആരേ വരൂ? പറയൂ, അറിയാം നിങ്ങൾക്ക്. 82. ശരിയല്ലേ? 80 കഴിഞ്ഞാൽ 82 ഇരട്ട സംഖ്യ. 81 ആരല്ല? ഇരട്ട സംഖ്യ അല്ല. അപ്പോൾ 80നകത്തുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം മാത്രമേ എവിടെ കാണൂ? 81 വരെ കാണൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇരട്ട സംഖ്യയുടെ എണ്ണം എത്ര? 40. 40 ഇരട്ട സംഖ്യയുടെ ശരാശരി 40 + 1, 41 തന്നെയാണ്. ഉറപ്പാണ്. അപ്പോൾ തെറ്റല്ലേ? ഇവിടെ എണ്ണൽ സംഖ്യ കണ്ട ശേഷം എണ്ണൽ സംഖ്യ അയ്യോ പകുതി എടുക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കരുത്. 81 എന്നത് ഇരട്ട സംഖ്യ അല്ല. 81ന് തൊട്ട് മുമ്പ് വരുന്ന ഏറ്റവും വലിയ ഇരട്ട സംഖ്യ 80 അല്ലേ? അപ്പോൾ 80ൻ്റെ പകുതി എത്ര വരും? 40 എന്ന ഇരട്ട സംഖ്യ. 40 ഇരട്ട സംഖ്യയുടെ ശരാശരി എങ്ങനെയാണ് കാണുക? 40 + 1, 41. ഓക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന എണ്ണൽ സംഖ്യകളിലെ ഇരട്ട സംഖ്യകളുടെയും ഒറ്റ സംഖ്യകളുടെയും ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമായി വരുന്നത് ഏത്? ഓപ്ഷൻ എ 50, ബി 80, സി 51, ഡി 120. ചോദ്യം ആപ്ലിക്കേഷൻ ടൈപ്പാണ്. നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. താഴെ തന്നിരിക്കുന്ന എണ്ണൽ സംഖ്യകൾ 4 എണ്ണം ഉണ്ട്. ഇതിനകത്തെ ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി കണക്കാക്കണം. ആക്കുമ്പോൾ ആ ഉത്തരം തുല്യമായി വരുന്നത് ഇതിലേത് എന്നാണ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. 50. 50 എണ്ണൽ സംഖ്യകൾക്കകത്ത് എത്രയാണ് ഇരട്ട സംഖ്യ? 25. 50ൻ്റെ പകുതി. എത്രയാണ് ഒറ്റ സംഖ്യ? 25. ക്ലിയർ അല്ലേ? അപ്പോൾ 50 എണ്ണൽ സംഖ്യകൾക്കകത്ത് ഇരട്ട സംഖ്യകളുടെ എണ്ണം 25, ഒറ്റ സംഖ്യകളുടെ എണ്ണം 25. ഇരട്ട സംഖ്യയുടെ ശരാശരി എങ്ങനെ കാണും? നമുക്ക് കാണേണ്ട ശരാശരി അല്ലേ? 25 + 1 എത്ര? 26. ഒറ്റ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണും? അതേ സംഖ്യ എഴുതും. അപ്പോൾ 50 എണ്ണൽ സംഖ്യകൾക്കകത്തെ ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമാണോ? അല്ല. ഒന്ന് 26, മറ്റൊന്ന് 25. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എടുത്താൽ 80 എണ്ണം, 40 ഇരട്ട, 40 ഒറ്റ. ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ 40 + 1, 41. ഒറ്റ സംഖ്യയുടെ അതേ സംഖ്യ 40. രണ്ടും തുല്യമാണോ? അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ 51 സംഖ്യ. 51 സംഖ്യ 51 ഇരട്ടയാണോ? അല്ല. 51ന് മുമ്പുള്ള ഇരട്ട സംഖ്യ ആരാ? 50. 50ൻ്റെ പകുതി എത്ര ഇരട്ട സംഖ്യയുണ്ട്? 25 എണ്ണം. അപ്പോൾ 50 എണ്ണം എടുത്താൽ 25 എണ്ണം ഇരട്ടയും 25 എണ്ണം ഒറ്റയുമാണ്. ശരിയല്ലേ? 50ൽ 25 ഇരട്ട, 25 ഒറ്റ. ഇനി 51 ആരാണ്? ഒരൊറ്റ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒറ്റ സംഖ്യ 1 കൂടൂലേ? അപ്പോൾ 51 സംഖ്യകളിൽ 25 എണ്ണം ഇരട്ടയാണെങ്കിൽ 26 എണ്ണം ഒറ്റയാണ്. ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ 25 + 1, 26. ഒറ്റ സംഖ്യയുടെ ശരാശരി അതേ സംഖ്യയായിരിക്കും. ഉത്തരം
26. അപ്പോൾ ആരാ അവിടെ ഉത്തരമായിട്ട് വരിക? 51. ഇപ്പം ഞാനിതിനെ ഓരോന്ന് വീതം എഴുതി കാണിക്കുകയാണ് ചെയ്തത്. നമുക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ 4 ഓപ്ഷനുകളിൽ 51 എന്നത് മാത്രമാണ് ഒരൊറ്റ സംഖ്യ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണക്കാക്കുമ്പോൾ അവയുടെ ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി തുല്യമായി വരണമെങ്കിൽ തരുന്ന എണ്ണൽ സംഖ്യ എപ്പോഴും ഒരൊറ്റ സംഖ്യ ആയിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? വ്യക്തമാണ്. എണ്ണൽ സംഖ്യകൾക്കകത്ത് ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമാകണമെങ്കിൽ ആ എണ്ണൽ സംഖ്യ എപ്പോഴും ഒരൊറ്റ സംഖ്യ ആയിരിക്കണം. പറഞ്ഞ് മനസ്സിലായ? 50 ആകുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഇരട്ടയും ഒറ്റയുടെ എണ്ണം തുല്യമാണ്. ശരാശരി കണക്കാക്കുമ്പോൾ ഇരട്ട 1 കൂട്ടണ്ടേ, അപ്പോൾ അത് മാറിപ്പോകും. മറ്റത് ഇരട്ട 1 കുറവും ഒറ്റ 1 കൂടുതലുമായിരിക്കും. ശരാശരി കണക്കാക്കുമ്പോഴോ ഇതൊന്ന് കൂട്ടുമ്പോൾ ഈക്വൽ ആവും. അപ്പോൾ കണ്ടീഷൻ ക്ലിയർ ആണ്, മറക്കില്ല. നമ്മളിതിനെ പഠിച്ചെടുക്കുക. സാധാരണ മെത്തേഡായിരുന്നു, നേരത്തെ ടൈപ്പാണ്. ആ ടൈപ്പിൽ നിന്ന് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ മാറ്റി മാറ്റി ചോദിക്കും. ഇത് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ മാത്സ് പൂർണ്ണമായി പഠിച്ചവരായി മാറും. ഉറപ്പാണ്. നോക്കൂ, താഴെ അടുത്തൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. 1. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളിലെ ഇരട്ട സംഖ്യകളുടെയും ഒറ്റ സംഖ്യകളുടെയും ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമായിരിക്കും. എണ്ണൽ സംഖ്യകൾക്കകത്ത് ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമായിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, ആ എണ്ണൽ സംഖ്യ എന്തായിരിക്കണം? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കണം. 100 ഒറ്റയാണോ? അല്ല. സോ പ്രസ്താവന 1 എന്ത്? തെറ്റ്. ഉറപ്പല്ലേ? ചെയ്തു പോലും നോക്കണ്ട, ഈ കണ്ടീഷൻ അറിയാമെങ്കിൽ. ചെയ്തു നോക്കിയാൽ എന്താണ്? 100-നകത്ത് 50 എണ്ണം ഇരട്ട, 50 എണ്ണം ഒറ്റ. ശരിയല്ലേ? 50 എണ്ണം ഇരട്ട, 50 എണ്ണം ഒറ്റ. ശരാശരി കണക്കാക്കുമ്പോൾ 1 കൂടുന്നു, ദെൻ വ്യത്യാസം വരും. 2. ആദ്യത്തെ 63 എണ്ണൽ സംഖ്യകളിലെ ഇരട്ട സംഖ്യകളുടെയും ഒറ്റ സംഖ്യകളുടെയും ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമായിരിക്കും. കറക്റ്റ് അല്ലേ? കാരണം 63 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയാണെങ്കിൽ അതിനകത്തെ ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി കണക്കാക്കുമ്പോൾ അവ തുല്യമായിരിക്കും. 3. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. നമ്മൾ എന്താ പഠിച്ചേ? ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ അതിനോട് 1 കൂട്ടണം. അപ്പോൾ കറക്റ്റ് അല്ലേ? നോക്കൂ, പ്രസ്താവന 4. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n-1. നമ്മൾ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്താ മക്കളെ പഠിച്ചേ? എത്ര സംഖ്യ തരുമോ അതെഴുതുക എന്നല്ലേ. അപ്പോൾ ഇവിടെ n അല്ലേ എഴുതേണ്ടത്? n-1 ആണോ? തെറ്റ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിശോധിച്ചപ്പോൾ 2ഉം 3ഉം ശരിയെന്നും 1ഉം 4ഉം തെറ്റ് എന്നും കിട്ടി. ഉത്തരം ബി ആണ്. ഓക്കെ ആണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ സിമ്പിളായിട്ട് പഠിക്കുക. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പകുതി പ്ലസ് 0.5 ആകുമ്പോൾ ഇരട്ടയാണെങ്കിൽ +1, ഒറ്റയാണെങ്കിൽ അതേ സംഖ്യ. എണ്ണൽ സംഖ്യകൾക്കകത്തെ ഇരട്ട ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ അതിൻ്റെ പകുതി എടുത്ത് നമ്പർ എടുത്ത് സോൾവ് ചെയ്യണം. എന്നാൽ ആ ശരാശരി തുല്യമാകണമെങ്കിൽ തരുന്ന എണ്ണൽ സംഖ്യ എപ്പോഴും ഒരൊറ്റ സംഖ്യ ആയിരിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. 50 മുതൽ 350 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? ചോദ്യം വ്യക്തമാണ്. ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ്, നമുക്ക് കാണാൻ അറിയാം. പക്ഷേ ആ ചോദ്യങ്ങളിലെല്ലാം ആദ്യത്തെ എന്നൊരു വാക്കുണ്ടാവും. 2 മുതലാണ് ഇരട്ട സംഖ്യ തുടങ്ങുക, 2 മുതലുണ്ടാവും. പക്ഷേ ഇവിടെയോ 50-ൽ തുടങ്ങി 350-ൽ അവസാനിക്കും. അടുത്തൊരു ടൈപ്പാണ്. ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി മറ്റൊരു നമ്പറിൽ അവസാനിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും തരിക. അപ്പോൾ ഇവിടെ അത് ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ നോക്കണേ, 50 മുതൽ 350 വരെ. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ 50, അവസാനത്തെ ഇരട്ട സംഖ്യ ആരാ? 350. അപ്പോൾ 50 മുതൽ 350 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഈ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീരീസ് അല്ലേ? എന്താണ് ഈ അരിത്തമെറ്റിക് സീരീസ്? ഇതാ 50, 52, 54. ഇതിൽ അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കും. ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ പൊതുവ്യത്യാസം എന്ന് പറയും. ഇങ്ങനെ വരുന്ന സീരീസുകളെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീരീസുകൾ എന്ന് പറയുക. ഒരു അരിത്തമെറ്റിക് സീരീസിൻ്റെ ആവറേജ് കാണാനുള്ള ഏറ്റവും സിമ്പിളായ മാർഗം അതിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക, അതിൻ്റെ ലാസ്റ്റ് ടേം എടുക്കുക, അത് കൂട്ടി പകുതി എടുക്കുക. എങ്ങനെയാ? ആദ്യ പദം ഫസ്റ്റ് ടേം 50, അവസാന പദം 350/2. 350ഉം 50ഉം കൂടെ കൂട്ടിയാൽ എത്ര?
400/2 ആൻസർ 200. അപ്പോൾ മക്കളെ, ഒരു അരിത്തമെറ്റിക് സീരീസിൻ്റെ ആവറേജ് കാണാൻ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ആണ് മെത്തേഡ്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ക്ലിയർ അല്ലേ? ഇത് എവിടെയൊക്കെ ശരിയാവും? ഏതൊരു അരിത്തമെറ്റിക് സീരീസിനും ശരിയാവും. ഇവിടെ തരുന്ന ഇരട്ട സംഖ്യ അരിത്തമെറ്റിക് സീരീസാണ്, ഒറ്റ സംഖ്യ അരിത്തമെറ്റിക് സീരീസാണ്, എണ്ണൽ സംഖ്യ അരിത്തമെറ്റിക് സീരീസാണ്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീരീസിൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. ഉറപ്പല്ലേ? നോക്കാം. ചോദ്യ നമ്പർ 6 ടൈപ്പിൽ അടുത്തത്. 120 മുതൽ 680 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരി. എഴുതി ചെയ്ത് സമയം കളയാൻ നിൽക്കരുത്. 120 പ്ലസ് 680 എങ്ങനെ വേഗത്തിൽ പ്ലസ് ചെയ്യാം? വലിയ സംഖ്യയോട് ചെറുതം കൂട്ടിയാൽ മതി. 680നോട് 120 കൂട്ടണം. 20 കൂട്ടിയാൽ 700, 800 ശരിയല്ലേ? ബൈ 2. ഞാൻ ഇത് എഴുതി കാണിക്കുന്നു. 800/2. നമ്മുടെ ഉത്തരം എന്താ? 400. ക്ലിയർ ആണോ? ഇത്രയല്ലേ ഉള്ളൂ. ഒരു അരിത്തമെറ്റിക് സീരീസ് ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യ പദവും അവസാന പദവും ആ സീരീസിൻ്റെ പ്ലസ് ചെയ്യുന്നു. അത് ഇരട്ടയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും ഇരട്ടയായിരിക്കും. ഒറ്റയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും ഒറ്റയായിരിക്കും. എണ്ണൽ സംഖ്യയാണെങ്കിൽ അങ്ങനെ. ആ സീരീസിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം പ്ലസ് ചെയ്ത് പകുതി എടുക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം. 25 മുതൽ 375 വരെയുള്ള എന്ത് സംഖ്യകൾ? ഒറ്റ സംഖ്യകളുടെ ശരാശരി. അപ്പോൾ ആദ്യ പദം ആരാ? 25. അവസാന പദം ആരാ? 375/2. 25ഉം 375ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 400 ആണ്. 400/2. നമ്മുടെ ഉത്തരം 200. ഓക്കെ, അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് വരാം. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ. തുടർച്ചയായ അടുത്തടുത്തുള്ള 4 ഇരട്ട സംഖ്യകൾ. അവയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? ഇതൊരു ടൈപ്പാണ്. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ. അടുത്തടുത്തുള്ള 4 ഇരട്ട സംഖ്യകൾ. ഇവയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. SCERT പാഠപുസ്തകത്തിലുണ്ട് ഈ മോഡൽ. അവിടെ പഠിക്കുന്നത് ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുക്കും. അടുത്ത സംഖ്യ ഇരട്ടയായതിനാൽ x+2 എന്നും, അടുത്തത് x+4 എന്നും, അടുത്തത് x+6 എന്നും എടുക്കും. ഇനി തുക ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എണ്ണം ഇവിടെ 4 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ശരാശരി കിട്ടും =27. അത് ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെയാണ് എക്സിൻ്റെ വില കണ്ടെത്തുക. എന്നാൽ ഇതൊരു മത്സര പരീക്ഷയാണല്ലോ, അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്കിത് 2 തരത്തിൽ പഠിക്കാം. ഒന്ന്, മാത്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, പക്ഷേ ഇതിനെ ഈ ഡയറക്റ്റ് ചോദ്യം അല്ലെങ്കിൽ പോലും ഇതിനെ ഏത് ആംഗിളിൽ ചോദിച്ചാലും, ചിലപ്പോൾ തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളിൽ 4ാമത്തെ ഇരട്ട സംഖ്യ, അല്ലെങ്കിൽ തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളിൽ 5ാമത്തെ ഇരട്ട സംഖ്യ ഇതാണ്, അതിൽ ചെറുതേത്, 2ാമത്തേൻ്റെയും 5ാമത്തേൻ്റെയും ഗുണനബലം എന്ത്, അതിന് ഈ പറഞ്ഞ പോലെ പല ആംഗിളിൽ ചോദിക്കുക. എന്ത് വന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റും പഠിച്ചിരിക്കണം. ഇതിന് മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതാതെ ചെയ്യുന്ന മെത്തേഡുണ്ട്. എന്തെന്നറിയോ? ഇരട്ടയോ ഒറ്റയോ ആണ് തരുന്നതെങ്കിൽ ഇരട്ടയോ ഒറ്റയോ ആണെങ്കിൽ എത്ര സംഖ്യ തരും? സംഖ്യകളുടെ എണ്ണം എത്ര? 4. അതിൽ നിന്ന് 1 കുറയ്ക്കണം. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അത് ശരാശരിയോട് കൂട്ടിയാൽ വലുത്. 27 + 3 ആരാ? 30. അത് ശരാശരിയിൽ നിന്ന് കുറച്ചാൽ ആരാ? ചെറുത്. അപ്പോൾ 27 - 3 ആര്? 24. ഇതാണ് എഴുതാതെ ചെയ്യുന്ന മെത്തേഡ്. എന്താണ് അത്? കണ്ടീഷണലാണ്. വ്യക്തമായി പഠിക്കണം. ഇരട്ടയോ ഒറ്റയ്ക്കോ അത് പറ്റൂ. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 2 വരുന്ന സീരീസില്ലേ, അതാണ് ഇരട്ടയോ ഒറ്റ. അവിടെ പറ്റൂ. എത്ര സംഖ്യ ഉണ്ടോ നമ്മൾ അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇവിടെ എത്ര സംഖ്യ ഉണ്ടായിരുന്നു? 4 ഇരട്ട സംഖ്യകൾ ഉണ്ടായിരുന്നു. അപ്പം 4ൽ നിന്ന് 1 കുറച്ച് എത്ര? 3. ആ 3 27നോട് പ്ലസ് ചെയ്യുമ്പോൾ എത്ര? 30 വലുത്. ആ 27ൽ നിന്ന് ഇതേ 3 മൈനസ് ചെയ്തിരുന്നെങ്കിൽ 24 ചെറുത്. അപ്പോൾ 24 മുതൽ 30 വരെയുള്ളതാണ് ആ സീരീസ് എന്നും നമുക്കവിടെ മനസ്സിലായി. ഇതാണ് എഴുതാതെ ചെയ്യുന്ന മെത്തേഡ്. പകരം ഒന്നുകൂടെ ഉണ്ട്. എത്ര ഇരട്ട സംഖ്യകളുണ്ടെന്ന് പറയുമോ നമ്മൾ അത്രയും നമ്പർ ഇട്ടുക. 1, 2, 3. ഇപ്പോൾ 3 ഇരട്ട സംഖ്യയാണെങ്കിൽ 1, 2, 3 ഇട്ട്. ഈ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എവിടെ വരുമെന്നാണ് നമ്മൾ പഠിച്ചേ? മധ്യഭാഗത്ത്. അപ്പോൾ 3 സംഖ്യകളുടെ മധ്യഭാഗം എവിടെയാണ്? 2ാമത്തെ സംഖ്യ. ശരിയല്ലേ? 5 സംഖ്യകളുണ്ടായിരുന്നെങ്കിലോ 3ാമത്തെ സംഖ്യ. ഈ ചോദ്യത്തിൽ എത്ര സംഖ്യയുള്ളൂ? 4. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് 2ാമത്തെ സംഖ്യയ്ക്കും 3ാമത്തെ സംഖ്യയ്ക്കും ഇടയിലാണ്. ഇതല്ലേ 4 സംഖ്യകളുടെ മധ്യഭാഗം? 1, 2, 3, 4. ഇതിൻ്റെ മധ്യഭാഗം ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പർ. ഇവിടെയാണ് ശരാശരിയുടെ സ്ഥാനം. എത്രയാ ശരാശരി? 27. ക്ലിയർ ആണ്. ശരാശരി 27 ആണ്. ആണോ? നമുക്ക് ഈ സംഖ്യകൾ കാണണം.
ആണല്ലോ. ഇപ്പം എന്ത് ചെയ്തു, നമ്മുടെ ചോദ്യത്തിനെ നമ്മളൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യത്തിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പിക്ചർ പോലെ ആക്കി വെച്ചു. തുടർച്ചയായ 4 ഇരട്ട സംഖ്യ 1 2 3 4 ഇട്ടു. ശരാശരി എവിടെ വരും? മധ്യഭാഗത്ത് എത്ര? 27. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട സംഖ്യകൾ എഴുതുന്നു. 27 കഴിഞ്ഞു വരുന്ന അടുത്ത എന്ത് തരം ഇരട്ട സംഖ്യ? 27 കഴിഞ്ഞാലായിരിക്കും 28. 28 കഴിഞ്ഞാലായിരിക്കും 30. ദെൻ 27 മുമ്പ് ആരായിരിക്കും? 26. അതിനു മുമ്പ് ആരായിരിക്കും? 24. ഇതല്ലേ ആ തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ? ഏത് ചോദ്യത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ടാവും. കാരണം വലുതേത്? 30, ചെറുതേത്? 24. രണ്ടാമത്തെ സംഖ്യയുടെയും നാലാമത്തെ സംഖ്യയുടെയും തുക എന്ത്? ഗുണനഫലം എന്ത്? ക്ലിയർ അല്ലേ? ഇതാണ് ഏത് ആംഗിളിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാവുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. എത്ര സംഖ്യ തരുമോ എഴുതി, അത് എന്ത് ചെയ്തു, മധ്യഭാഗത്ത് ശരാശരി എഴുതി. അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യ ഏത് തരം പറയുമോ, ഇരട്ടയെങ്കിൽ അങ്ങനെ, ഒറ്റയെങ്കിൽ അങ്ങനെ, എണ്ണൽ സംഖ്യയെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും പറഞ്ഞാലും അത് തന്നെയാണ്. ഓക്കെ ആണോ? എന്നാൽ ഒന്നുകൂടെ, ഇതിൻ്റെ എഴുതാത്ത മെത്തേഡ് എന്താണ്? ഇരട്ടയ്ക്കും ഒറ്റയ്ക്കും മാത്രം ഉപയോഗിക്കാവുന്ന മെത്തേഡ്. എത്ര സംഖ്യ തരുമോ അതിൽ നിന്ന് ഒന്ന് കുറച്ചു, ശരാശരിയോട് കൂട്ടുമ്പോൾ വലുത്, കുറയ്ക്കുമ്പോൾ ചെറുത്. ഇത് എപ്പോഴും ആപ്ലിക്കബിൾ ആവുന്നത്? ഇതേ ചോദ്യം ഇങ്ങനെ തന്നെ തരണം. ഇതാണെങ്കിലോ എങ്ങനെ പറഞ്ഞാലും ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് പരമാവധി ഇതുകൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ. ശരി, ഇതേപോലെ തിരിച്ചു. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25, വലുതേത്? എഴുതാതെയാണ് ചെയ്യുകയാണെങ്കിൽ 6ൽ നിന്ന് 1 കുറച്ചു 5, 25നോട് 5 കൂട്ടി ആൻസർ 30. പരിപാടി കഴിഞ്ഞു. ഇതറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത മെത്തേഡ് 6 സംഖ്യകൾ 1 2 3 4 5 6 ആണോ? ഇതിൻ്റെ മധ്യഭാഗം 3നും 4നും ഇടയിൽ. 6 സംഖ്യകൾ, മധ്യഭാഗം 3നും 4നും ഇടയിൽ. എന്താണ് മധ്യഭാഗത്ത് വരുന്ന ശരാശരി? 25. ഉറപ്പല്ലേ? ചോദ്യം വലിയ സംഖ്യയല്ലേ? അപ്പോൾ വലുതെന്ന് പറഞ്ഞാൽ വലത്തോട്ടെടുത്താൽ മതി. 4 5 6 വലുത്, 1 2 3 ചെറുത്. ഉറപ്പല്ലേ? 25 കഴിഞ്ഞ് വരുന്ന അടുത്ത ഇരട്ട സംഖ്യ 26, അടുത്ത ഇരട്ട സംഖ്യ 28, അടുത്ത ഇരട്ട സംഖ്യ 30. ശരിയല്ലേ? അപ്പോൾ വലിയ സംഖ്യ ആരാണ്? 30 ഉറപ്പല്ലേ? തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആകുമ്പോൾ അതിലെ വലിയ സംഖ്യ എന്തായിരിക്കും? 30 ആയിരിക്കും. ഓക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 7 ഇരട്ട സംഖ്യ ശരാശരി 50, വലുത്. എഴുതാതെ ചെയ്യുന്ന മെത്തേഡ്. 7ൽ നിന്ന് 1 കുറച്ചു 6, ആ 6 ഞാൻ 50നോട് പ്ലസ് ചെയ്തു. 50 + 6 56 ഉത്തരം. ഇനി അടുത്തത് 7 അറിയണം. ഇത് 1 2 3 4 5 6 7 7 സംഖ്യ എഴുതിയ ഇതിൻ്റെ മധ്യഭാഗത്തെ സംഖ്യ നാലാമത്തെ സംഖ്യ ശരാശരി എത്ര? 50. നമുക്ക് കാണേണ്ടത് വലുത്. വലുത് ഇങ്ങോട്ടല്ലേ എഴുതൂ. 50 കഴിഞ്ഞ് 52, 54, 56 വലുത് കിട്ടി. ഇത്രയേ ഉള്ളൂ. ചെറുത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് 48, 46, 44. ഓക്കെ, ഇത് എന്തിന് പഠിക്കുന്നു? എപ്പോഴും ചോദ്യം ഇങ്ങനെ തരുമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി. ഇവിടെ എന്താണ്? ഇത് ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബേസ് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചാൽ പോരാ. കാരണം ഇതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി വേണമെങ്കിൽ ഇനി ചോദിക്കാം, ഇതിന് ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദിക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്, തുടർച്ചയായ 7 സംഖ്യകളിൽ നാലാമത്തെ സംഖ്യയെന്നോ ആറാമത്തെ സംഖ്യയെന്നോ ഒരു സംഖ്യ തരികയാണ്. എന്നിട്ട് രണ്ടാമത്തെ സംഖ്യയുടെ അഞ്ചാമത്തെ സംഖ്യയുടെയും തുക എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യണ്ടേ? നമുക്കവിടെ ഡൗട്ട് വരരുത്. പകരം അതിൻ്റെ ശരാശരിയൊക്കെ കണ്ടുപിടിച്ച് വരാൻ ലേറ്റാവും. അതുകൊണ്ടാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? ശരി, നോക്കൂ അടുത്ത ചോദ്യം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ. ഇവിടെ ഇരട്ടയല്ല, ഒറ്റയാണ്. ഒറ്റയാണെങ്കിലും പൊതുവ്യത്യാസം 2 അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് മറ്റേ മെത്തേഡ്, എഴുതാത്ത മെത്തേഡ് ഉപയോഗിക്കാം. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. 4 53നോട് ശരാശരിയോട് കൂട്ടി 53 4 6 കിട്ടി, 57 കിട്ടി. ഉറപ്പാണല്ലോ? അപ്പോൾ ഇരട്ടയ്ക്കും ഒറ്റയ്ക്കും ആ മെത്തേഡ് സ്യൂട്ടാണ്, ആ മെത്തേഡ് ആപ്ലിക്കബിൾ ആണ്. എന്നാൽ മറ്റു മെത്തേഡ് കിട്ടില്ല. ഇനി നമുക്കിവിടെ നോക്കി 5 സംഖ്യകൾ 1 2 3 4 5. മധ്യഭാഗം മൂന്നാമത്തെ സംഖ്യ ആരാണ്? 53. ഒറ്റ സംഖ്യകളാണ്. 53 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 55, അടുത്ത ഒറ്റ സംഖ്യ 57. അപ്പോൾ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 53 ആണെങ്കിൽ അതിലെ വലിയ സംഖ്യ 57 ആയിരിക്കും. ഓക്കെയാണ്. നോക്കൂ അടുത്തത്. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25, വലുതേത്?
മൂന്നൊറ്റ സംഖ്യ 1, 2, 3 ശരാശരി മധ്യഭാഗത്തെ സംഖ്യ 25 എങ്കിൽ അതിൽ വലിയ സംഖ്യ 27. അപ്പോൾ നമ്മൾ കണ്ടു ഇരട്ട സംഖ്യയാണെങ്കിലോ ഒറ്റ സംഖ്യയാണെങ്കിലോ ഏതൊരു സീരീസ് തന്നാലും നമുക്കിത് ചെയ്യാം. എന്നാൽ എഴുതാതെ ചെയ്യണമെങ്കിലോ തന്നിരിക്കുന്ന സംഖ്യയുടെ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് അത് ശരാശരിയോട് പ്ലസ് ചെയ്യുമ്പോൾ വലുതും മൈനസ് ചെയ്യുമ്പോൾ ചെറുതും കിട്ടുന്നത് ഏത് സീരീസിന് മാത്രം? ഇരട്ടയ്ക്കും ഒറ്റയ്ക്കും മാത്രം. ഉറപ്പാണ്. അപ്പോൾ രണ്ടും പഠിക്കുന്നത് കംഫർട്ടബിളാണ്. ഇല്ലെങ്കിൽ പഠിക്കാൻ കൂടുതൽ നല്ലത് ഇത് തന്നെയാണ്. ഓക്കെ, നോക്കൂ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 45 ആയാൽ വലുതേത്? നേരത്തെ അതേ ചോദ്യം. ഇരട്ടയല്ല, ഒറ്റയല്ല, എണ്ണൽ സംഖ്യ. ആ മെത്തേഡ് നടക്കൂല. 5 ൽ 1 കുറച്ചാൽ 4, 45 കൂട്ടിയാൽ 49 വരില്ല. കാരണം ഇരട്ടയ്ക്ക് ഒറ്റയ്ക്ക് അത് പറ്റൂ. എണ്ണൽ സംഖ്യയുടെ മെത്തേഡ് മാറും. 5 ൽ 1 കുറച്ചാൽ 4, അതിൻ്റെ പകുതി 2, 45 കൂട്ടണം. പിടി കിട്ടിയാൽ 5 ൽ 1 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. അത് ഇരട്ടയ്ക്ക് ഒറ്റയ്ക്കുള്ള മെത്തേഡാണ്. അതിൻ്റെ പകുതി എടുക്കണം. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പകരം നമ്മുടെ പഴയ മെത്തേഡ് നോക്കി. 1, 2, 3, 4, 5 തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ. ശരാശരി എവിടെ വരും? മധ്യഭാഗത്ത്. എത്ര? 45 ആണോ? ഇനി സംഖ്യകൾ വേണ്ടേ? 45 കഴിഞ്ഞാൽ അടുത്ത എന്ത് തന്നെ സംഖ്യ? എണ്ണൽ സംഖ്യ 46. അടുത്ത ആര്? 47. അപ്പോൾ വലുതാര്? 47. ഒരു പക്ഷേ ചെറുതാണ് ചോദിച്ചിരുന്നെങ്കിൽ അടുത്ത സംഖ്യകൾ അതിനു മുമ്പ് 44ഉം 43. ഉറപ്പല്ലേ? അപ്പോൾ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യ. ഇപ്പോൾ ഈ മെത്തേഡ് പഠിച്ചതിൻ്റെ ഒരു മെറിറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എത്ര സംഖ്യയുണ്ടോ അതിങ്ങനെ എഴുതുക. 5 സംഖ്യ ശരാശരി എപ്പോഴും ഇവിടെ വരും. അത് മധ്യഭാഗത്ത് എഴുതുക. എണ്ണൽ സംഖ്യ പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളും, ഇരട്ട സംഖ്യ പറഞ്ഞാൽ ഇരട്ടയും, ഒറ്റ പറഞ്ഞാൽ ഒറ്റയും എഴുതിയാൽ ഇതിൽ ഏത് തരത്തിൽ ഈ ചോദ്യം ചോദിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയ മക്കളെ, നമുക്ക് ഇതേപോലത്തെ മറ്റൊരു ചോദ്യം നോക്കാം. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5, 6, 7 അവയുടെ ശരാശരി 32. ശരാശരി മധ്യഭാഗത്തല്ലേ? 7 സംഖ്യകളുടെ മധ്യഭാഗം 4ാമത്തെ സംഖ്യയല്ലേ? 32. വലുത് വലത്തോട്ട് എഴുതി. 33, 34, 35. അപ്പോൾ ശരാശരി 35. ക്ലിയർ അല്ലേ? ഇത് ഇത്രയും എഴുതണമെന്നില്ല. കുറച്ച് കഴിഞ്ഞത് അറിയാം. 32 ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ 33, 34, 35 ഉത്തരം. ഓക്കെ ആണ്. അപ്പോൾ ഇതിന് വേഗത ആവശ്യത്തിനുണ്ട്. ഓക്കെ, നോക്കൂ. തുടർച്ചയായ 6 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 32. 1, 2, 3, 4, 5, 6 ഈ 6 സംഖ്യകളുടെ മധ്യഭാഗവും 3ാമത്തെയും 4ാമത്തെയും എണ്ണൽ സംഖ്യകളുടെ ഇടയിൽ വരും 32. 32 കഴിഞ്ഞാൽ അടുത്ത എണ്ണൽ സംഖ്യ ആരാ? 33. അടുത്തോ 34. അടുത്തോ 35. അപ്പോൾ ആരാ വലിയ സംഖ്യ? അത് 35. ചെറുതാണെങ്കിൽ ഇതാ ഇവിടെ 32ക്ക് മുമ്പ് 32, 31, 30 എന്നൊക്കെ കിട്ടുകയും ചെയ്യും. ഉറപ്പല്ലേ? അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചേ, തുടർച്ചയായ സംഖ്യകൾ തന്നാൽ എത്ര സംഖ്യ തരുമോ ആ നമ്പർ ഇടുക. ശരിയല്ലേ? അപ്പോൾ 10, 50 സംഖ്യ തന്നാലോ അങ്ങനെയൊന്നും തരില്ല. 50 എണ്ണം തരാറില്ല. 10ൽ താഴെയുള്ള സംഖ്യയെ സ്വാഭാവികമായി തരും. ഓക്കെയാണ്. ദെൻ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇനി മറ്റു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇരട്ടയ്ക്ക് ഒറ്റയ്ക്കുള്ള മെത്തേഡ്, എണ്ണൽ സംഖ്യയ്ക്ക് ഒന്ന്, ഇങ്ങനെ മെത്തേഡുകൾ മാറ്റണം. ഇതാണെങ്കിൽ എന്താണ്? കോമൺ മെത്തേഡ്. അതിൻ്റെ ശരാശരി മധ്യഭാഗത്ത് വരും. മധ്യഭാഗത്ത് വരുന്ന ശരാശരി കഴിഞ്ഞ് വലത്തോട്ട് എഴുതുന്ന വലിയ സംഖ്യകൾ വലുതിലേക്കും ഇടത്തോട്ട് എഴുതിയാൽ ചെറുതിലേക്കും പോകും. ഓക്കെ ആണേ? ശരി. അപ്പം നമുക്ക് അടുത്തതിലേക്ക് വരാം. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 80 ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 80. കണക്കിന് 20 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക് കൂടുതൽ കിട്ടിയപ്പോൾ ശരാശരി 85 എങ്കിൽ എത്ര വിഷയങ്ങൾ പരീക്ഷയ്ക്കുണ്ടായിരുന്നു? വ്യക്തമല്ലേ? ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 80. എന്താണ് ഈ ശരാശരി മാർക്ക്? ഒരാളുടെ മാർക്ക് കൂട്ടിയ ശേഷം സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനല്ലേ ശരാശരി എന്ന് പറയുക. അപ്പോൾ ഒരാളുടെ ശരാശരി 80 ആയിരുന്നു. എന്നാൽ ഒരു സബ്ജക്റ്റിന് 20ഉം മറ്റൊരു സബ്ജക്റ്റിന് 10ഉം മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ ഒരു സബ്ജക്റ്റിന് 20 കൂടി മറ്റതിന് 10 കൂടിയപ്പോൾ ആകെ കൂടിയത് എത്ര മാർക്ക്? 30 മാർക്ക്. ശരിയല്ലേ? അപ്പോൾ 30 മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരിക്ക് എന്ത് സംഭവിച്ചേനെ? 80 85 ആയേനെ. അപ്പോൾ ശരാശരി എന്ത് കൂടിയേ? 5 കൂടും അല്ലേ? അതങ്ങനെ തന്നെയല്ലേ? മാർക്ക് കൂടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ശരാശരിയോ ശതമാനമോ ഒക്കെ കൂടും. മാർക്ക് കുറയുമ്പോൾ ശരാശരിയും ശതമാനവും ഒക്കെ കുറയും. ക്ലിയർ അല്ലേ? അപ്പം നേരത്തെ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു ശരാശരി ഉണ്ടായിരുന്നു. അത് 5 കൂടാൻ കാരണം എന്താണ്? മാർക്ക് 30 കൂടി.
അപ്പോൾ വിഷയങ്ങളുടെ എണ്ണം, സബ്ജക്റ്റുകളുടെ എണ്ണം കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇനി മുതൽ ഇതാണ്. കൂടിയ മാർക്ക് എടുക്കുക, അതാണ് ന്യൂമറേറ്ററിൽ. മാർക്ക് കൂടിയപ്പോൾ എന്ത് കൂടി? ശരാശരി ബൈ കൂടിയ ശരാശരി. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. എന്താണ് ഇവിടുത്തെ കൂടിയ മാർക്ക്? അത് 30. എന്താണ് ഇവിടുത്തെ കൂടിയ ശരാശരി? അത് 5. 30/5 എത്ര? 6. അപ്പോൾ ഈ പരീക്ഷയിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? വിഷയങ്ങളുടെ എണ്ണം എത്ര? 6. സബ്ജക്റ്റുകളുടെ എണ്ണം കാണാൻ നമ്മളോട് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്താണ്? ആദ്യം നോക്കേണ്ടത് മാർക്ക് എത്ര കൂടി. മാർക്ക് എത്ര കൂടുമോ അതിന് ആനുപാതികമായാണ് ശരാശരി കൂടുക. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കേണ്ടത് ശരാശരി എത്ര കൂടി. മെത്തേഡ് എന്താ? കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 75. മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 5 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 78 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് കൂടിയ മാർക്ക് എത്ര. 10ഉം 5ഉം കൂടി. കൂടിയ മാർക്ക് എത്ര? 15 ബൈ കൂടിയ ശരാശരി 75 എന്ന ശരാശരി 78ആയി. എത്ര കൂടി? 3. 15/3. ആൻസർ എന്ത്? 5. എത്ര സബ്ജക്റ്റുകൾ ആ പരീക്ഷയ്ക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ 5 സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഉറപ്പല്ലേ? കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. അടുത്ത ചോദ്യം. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 50. മലയാളത്തിന് 20ഉം ഇംഗ്ലീഷിന് 15ഉം കണക്കിന് 5ഉം മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 55 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങൾ പരീക്ഷയ്ക്കുണ്ട്? നമ്മുടെ മെത്തേഡ് അറിയാമല്ലോ. കൂടിയ മാർക്ക് ആദ്യം എടുക്കണം. എന്താണ് കൂടിയ മാർക്ക്? ഒരു സബ്ജക്റ്റിന് 20 കൂടി, മറ്റൊരു സബ്ജക്റ്റിന് 15 കൂടി, മറ്റൊരു സബ്ജക്റ്റിന് 5 കൂടി, അപ്പോൾ 40 കൂടി. കൂടിയ ശരാശരിയോ 50 ആരായി? 55ആയി. എത്ര കൂടി? 5. 40/5 വിഷയങ്ങളുടെ എണ്ണം എത്ര? 8. അപ്പം നോക്കാം, സബ്ജക്റ്റുകളുടെ എണ്ണം കാണാൻ, വിഷയങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് കൂടിയ മാർക്കിനെ കൂടിയ ശരാശരി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെയാണ്? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 21 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? ശരാശരി. ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായി ശരാശരിയാണ്, എന്നാൽ ഇതേ ചോദ്യം സംഖ്യകളിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തത്. തുടർച്ചയായ അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 21 ആണ്. അപ്പോൾ 2 എണ്ണൽ സംഖ്യ 1, 2, 3, 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ, ഇത് അടുത്തടുത്തുള്ളതായിരിക്കണം. തുടർച്ചയായ 2 എണ്ണൽ. ഇവയുടെ വർഗങ്ങളുടെ വ്യത്യാസം 21 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം? ശരാശരി. നമുക്കിതിൽ സംഖ്യകൾ കാണാനുള്ള ശരാശരി കാണാനുള്ള എളുപ്പവഴി. തന്നിരിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യാസത്തിൻ്റെ പകുതി എടുക്കണം. 21ൻ്റെ പകുതി, 20ൻ്റെ പകുതി 10, 1ൻ്റെ പകുതി അര 10.5. വ്യക്തമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യാസത്തിൻ്റെ പകുതി എടുത്തു. 21ൻ്റെ പകുതി 10.5. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാവൂ? ഈ 10.5ന് മുമ്പ് വരുന്ന, തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ, 10:30ക്ക് തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ആര് തന്നെ? ഈ 10 തന്നെയാണ്. 10:30 കഴിഞ്ഞു വരുന്ന സംഖ്യ ആരാണ്? 11. അപ്പോൾ ആ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ ആരൊക്കെ? 10ഉം 11ഉം. ശരിയാണോ നോക്കിയേ? 10ൻ്റെ സ്ക്വയർ 100, 11ൻ്റെ സ്ക്വയർ 121. 100ഉം 121 തമ്മിലുള്ള വ്യത്യാസം തന്നെയല്ലേ 21? ഉറപ്പാണ്. അപ്പോൾ സംഖ്യകൾ 10, 11 ഇതാണ് സംഖ്യകൾ. ഉറപ്പാണ്. ഇനി ആദ്യം നമ്മളൊരു പകുതി എടുത്തില്ലേ? ഈ പകുതിയായിരിക്കും ഇവയുടെ ശരാശരി. ഈ പകുതിയായിരിക്കും ഇവയുടെ ശരാശരി. ക്ലിയർ അല്ലേ? അതായത് 10ൻ്റെയും 11ൻ്റെയും തുക 10 + 11 21. 21ൻ്റെ പകുതി എത്ര? 10.5. അതുകൊണ്ട് ആദ്യം നമ്മൾ പകുതി എടുക്കുമ്പോൾ ശരാശരി കിട്ടും. ശരാശരി മധ്യഭാഗത്തെന്നല്ലേ നമ്മൾ പഠിച്ചേ? അതുകൊണ്ട് ശരാശരിക്ക് തൊട്ടു മുമ്പും അത് കഴിഞ്ഞും വരുന്ന സംഖ്യകൾ എഴുതി. ഓക്കെ, അപ്പോൾ മക്കളെ, എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നാൽ, എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ, വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്നാണ്, വർഗങ്ങളുടെ വ്യത്യാസം തന്നാൽ നിങ്ങൾ വ്യത്യാസത്തിൻ്റെ പകുതി എടുക്കുക. വ്യത്യാസത്തിൻ്റെ പകുതി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടി. ഇനി എന്ത് ചെയ്യണം? സംഖ്യകൾ കാണാൻ പറഞ്ഞാൽ ആ പകുതി മധ്യഭാഗത്താണ്, അതിന് മുമ്പും അതിന് ശേഷവുമുള്ള സംഖ്യ എഴുതുക. ഓക്കെയാണ്, സെറ്റായി.
എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നാൽ വ്യത്യാസത്തിൻ്റെ എന്ത് ചെയ്യും, പകുതി എടുക്കും. അപ്പോൾ ആരെ കിട്ടും, ശരാശരിയെ കിട്ടും. ഇനി അതിൻ്റെ മുന്നിലും പുറകിലുമുള്ള സംഖ്യകളും എഴുതും. ഓക്കെ, അടുത്ത ചോദ്യം. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 41. ശരാശരി എന്ത്, സംഖ്യകൾ ഏത്? നമ്മൾ ചെയ്യേണ്ടത് 41ൻ്റെ പകുതി, 40ൻ്റെ പകുതി 20, 20.5. ആരാ 20.5? ശരാശരിയാണ്. സംഖ്യകൾ കാണാനോ 20 മുമ്പുള്ള സംഖ്യ 20ഉം 20 കഴിഞ്ഞുള്ള സംഖ്യ 21ഉം. ആരൊക്കെയാ സംഖ്യകൾ? 20ഉം 21ഉമാണ് അവിടുത്തെ സംഖ്യകൾ. ശരാശരി എന്ന് പറയുന്നത് ആരാടോ? 20.5. നോക്കൂ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തുടർച്ചയായ രണ്ടെണ്ണൽ സംഖ്യകൾ, അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 81 ആയാൽ സംഖ്യകൾ ഏതെല്ലാം, ശരാശരി എന്ത്? നമ്മൾ ചെയ്യേണ്ടത് 81ൻ്റെ പകുതി എടുത്തു. 81ൻ്റെ പകുതി 40.5. ഈ 40.5ന് മുൻപുള്ള സംഖ്യ 40ഉം 40.5 കഴിഞ്ഞു വരുന്ന സംഖ്യ 41ഉമാണ്. സംഖ്യകൾ 40ഉം 41 ആകുമ്പോൾ ശരാശരി എന്ന് പറയുന്നത് 40.5. പഠിച്ച 3 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. എണ്ണൽ സംഖ്യകൾ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നാൽ നമ്മൾ വ്യത്യാസത്തിൻ്റെ പകുതി എടുക്കും. എണ്ണൽ സംഖ്യ ആയതുകൊണ്ടാണേ ആ പകുതി എടുക്കുമ്പോൾ നമുക്ക് ശരാശരി കിട്ടും. അതിന് മുന്നിലും പുറകിലുമുള്ള സംഖ്യ എഴുതുമ്പോൾ നമുക്ക് സംഖ്യകൾ ലഭിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് വരാം. നോക്കൂ, തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം. എണ്ണൽ സംഖ്യയല്ല ഇവിടെ ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 എന്ന് വരുന്ന ഇരട്ട സംഖ്യകളാണ് ഇവിടെ. ശരിയല്ലേ? ഈ ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 44ആണ്. സംഖ്യകളേത്? ഇരട്ട സംഖ്യയാണെങ്കിൽ പകുതിയല്ല എടുക്കേണ്ടത്. എണ്ണൽ സംഖ്യ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു? പകുതി എടുത്തു. ഇരട്ട സംഖ്യയെങ്കിൽ പകുതിയുടെ പകുതി എടുക്കും. മാത്സിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയും. 44/4 എത്ര കിട്ടും? 11. അത് തന്നെയല്ലേ 44ൻ്റെ പകുതി 22, 22ൻ്റെ പകുതി 11. അതിനെയാണ് ഞാൻ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞത്. ഒരു സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ പകുതിയെന്നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ പകുതിയുടെ പകുതി എന്നും പറയുന്നത് തെറ്റില്ല, സെൻറ്റൻസാണ്. പകരം 44/4 എത്ര കിട്ടി? 11. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ പകുതിയല്ല, പകുതിയുടെ പകുതി, അല്ലെങ്കിൽ വ്യത്യാസത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വ്യത്യാസത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു 11 കിട്ടിയില്ലേ? അതിന് മുന്നിലും അതിന് പുറകിലുമുള്ള സംഖ്യ. 11ന് മുമ്പുള്ള സംഖ്യ 10, 11 കഴിഞ്ഞു വരുന്ന സംഖ്യ 12. ഇതല്ലേ അടുത്തടുത്തുള്ള ആ രണ്ട് ഇരട്ട സംഖ്യകൾ. ആരൊക്കെയാ? 10ഉം 12ഉമാണ് ആ ഇരട്ട സംഖ്യകൾ. 10ൻ്റെ സ്ക്വയർ 100 ആകുമ്പോൾ 12ൻ്റെ സ്ക്വയർ 144 ആവും. വ്യത്യാസം 44. ശരിയല്ലേ? അപ്പോൾ ഈ 10ൻ്റെയും 12ൻ്റെയും ശരാശരി ആര് വരും? 11 വരും. ഓക്കെ, അപ്പോൾ മക്കളെ പഠിക്കുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണം. എണ്ണൽ സംഖ്യ തന്നാൽ എന്ത് ചെയ്യും? വ്യത്യാസത്തിൻ്റെ പകുതി എടുക്കും. ഇരട്ട സംഖ്യ തന്നാൽ എന്ത് ചെയ്യും? വ്യത്യാസത്തിൻ്റെ പകുതിയുടെ പകുതി, അല്ലെങ്കിൽ /4. പകുതിയുടെ പകുതി അല്ലെങ്കിൽ /4. ഓക്കെ, നോക്കൂ. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 60. നിങ്ങളെന്ത് ചെയ്യും? 60ൻ്റെ പകുതിയുടെ പകുതി. 60ൻ്റെ പകുതി 30, 30ൻ്റെ പകുതി 15. ക്ലിയറാണ്? ഇനി എന്ത് ചെയ്യും? 15ന് മുൻപും 15ന് ശേഷവും. 15ന് മുമ്പ് ആര് വരും? അത് 14. 15 കഴിഞ്ഞ് ആര് വരും? 16. അപ്പോൾ സംഖ്യകൾ ആരൊക്കെ? 14ഉം 16ഉം. ഇനി ശരാശരി എന്താ? 15. ഉറപ്പല്ലേ? അപ്പോൾ വ്യത്യാസത്തിനെ പകുതിയുടെ പകുതി, അല്ലെങ്കിൽ വ്യത്യാസം /4 നമ്മൾ എടുക്കുക. ഓക്കെയാണ്. അടുത്തതിലേക്ക് വരാം. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 100. സംഖ്യകളും ശരാശരിയും കാണുക. അപ്പം 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25, അല്ലെങ്കിൽ 100ൻ്റെ പകുതിയുടെ പകുതി 25. അതാരാ? ശരാശരി. 25ന് മുമ്പ് വരുന്ന ഇരട്ട സംഖ്യ അത് 24. 25 കഴിഞ്ഞ് വരുന്ന ഇരട്ട സംഖ്യ ആര്? 26. അപ്പോൾ സംഖ്യകൾ ആരൊക്കെ? 24ഉം 26ഉം. ശരാശരി ആര്? 25. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നോക്കൂ, അടുത്തത്. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ. ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും തമ്മിലുള്ള പൊതുവായ സാമ്യം എന്താ? അതിൻ്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് തുല്യമാണ്.
ശരിയല്ലേ? അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ഇരട്ട സംഖ്യ എങ്ങനെയാണോ സോൾവ് ചെയ്തത് സെയിം മെത്തേഡിൽ നമുക്ക് ഒറ്റ സംഖ്യ സോൾവ് ചെയ്തുകൂടെ? വ്യത്യാസം എത്ര? 120. വ്യത്യാസത്തിൻ്റെ പകുതിയുടെ പകുതി അല്ലെങ്കിൽ വ്യത്യാസം ബൈ 4. 120 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 30 അല്ലേ? 30 മുമ്പുള്ള സംഖ്യ 29ഉം 30 കഴിഞ്ഞുള്ള സംഖ്യ 31. അപ്പോൾ ആ തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ 29ഉം 31ഉമാണ്. അവയുടെ ശരാശരി എന്ത് എന്ന് ചോദിച്ചാൽ അത് 30ആണ്. ഉറപ്പല്ലേ? അപ്പോൾ ആദ്യം വ്യത്യാസം എടുക്കുക. വ്യത്യാസത്തിനെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വ്യത്യാസത്തിൻ്റെ പകുതിയുടെ പകുതി എടുക്കുക. ഏതൊക്കെയിലാണ് വ്യത്യാസത്തിൻ്റെ പകുതിയുടെ പകുതി എടുക്കുക? തന്നിരിക്കുന്നത് ഇരട്ട സംഖ്യ ആയാലും ഒറ്റ സംഖ്യ ആയാലും. എണ്ണൽ സംഖ്യ ആണെങ്കിലോ പകുതിയെ എടുക്കൂ. ഓക്കെ, ഒറ്റ സ്ട്രെച്ച് പഠിക്കണം. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നാൽ പകുതി എടുക്കണം. ഇരട്ടയോ ഒറ്റയോ തന്നാൽ പകുതിയുടെ പകുതി എടുക്കണം, അല്ലെങ്കിൽ ബൈ 4 എടുക്കണം. ഓക്കെ ആണേ? നോക്കൂ അടുത്ത ചോദ്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 30 സംഖ്യകളുടെ ശരാശരി 73. ഇതിൽ ഓരോ സംഖ്യയോടും 2 കൂട്ടുകയാണെങ്കിൽ പുതിയ ശരാശരി എന്ത്? നിലവിൽ 30 സംഖ്യകളുണ്ട്. ഈ 30 സംഖ്യകളുടെ ശരാശരി 73ആണ്. 30 സംഖ്യയുണ്ട്. ഈ 30 സംഖ്യയുടെ ശരാശരി 73ആണ്. സാധാരണ മെത്തേഡിൽ ഇത് ചെയ്യുക, ഈ 30 സംഖ്യയുടെ തുകയൊക്കെ കാണും. സോ 30 ഗുണം 73, 30 സംഖ്യയുടെ തുക കാണും. ഇതിൽ ഓരോ സംഖ്യയോടും 2 കൂട്ടുന്നു. ഒരു സംഖ്യയോട് 2 കൂട്ടുമ്പോൾ 30 സംഖ്യയുണ്ട്. അപ്പോൾ 30 × 2 60, അതിനോട് പ്ലസ് ചെയ്തൊക്കെയാണ് വരിക. നമുക്ക് എളുപ്പവഴി നോക്കാം. 30 സംഖ്യകളുടെ ശരാശരി 73. ഇതിൽ ഓരോ സംഖ്യ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2. ഓരോ സംഖ്യയോടും എന്ത് ചെയ്യുന്നു? 2 കൂട്ടുന്നു. ഈ വാക്ക് മറക്കല്ലേ. ഓരോ സംഖ്യയോടും 2 കൂട്ടിയാൽ നിലവിലെ ശരാശരിയായ 73നോട് 2 അങ്ങ് കൂട്ടിയാൽ മതി. 73 + 2, നമ്മുടെ ഉത്തരം 75. ക്ലിയർ ആണ്? 30 സംഖ്യകൾ. ഈ 30 സംഖ്യകളുടെ ശരാശരി 73. അടുത്തെന്ത് പറയുന്നു? ഇതിൽ ഓരോ സംഖ്യയോടും 2 കൂട്ടുന്നു. ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2. ഓരോ സംഖ്യയോടും 2 കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ നിലവിലെ ശരാശരിയായ 73നോടും 2 കൂട്ടിയാൽ ഉത്തരം. ഇത് കൂട്ടുക എന്നതിന് മാത്രമല്ല, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് 4 ബേസിക് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഓരോ സംഖ്യയോടും 2 കൂട്ടാം. ഓരോ സംഖ്യയിൽ നിന്നും 2 കുറയ്ക്കുന്നു, ശരാശരിയിൽ നിന്ന് കുറയ്ക്കാം. ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഗുണിക്കുന്നു, ശരാശരി 2 കൊണ്ട് ഗുണിക്കാം. ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഹരിക്കുന്നു, ശരാശരി 2 കൊണ്ട് ഹരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാക്ക് മറക്കരുത്, ഓരോ സംഖ്യ. ഓക്കെ, നമുക്ക് നോക്കാം ചോദ്യം. 75 സംഖ്യകളുടെ ശരാശരി 127. ഇതിൽ ഓരോ സംഖ്യയോടും 8 കൂട്ടുകയാണെങ്കിൽ പുതിയ ശരാശരി എന്ത്? 75 സംഖ്യയുണ്ട്. നിലവിൽ അവയുടെ ശരാശരി 127ആണ്. ഇതിൽ ഓരോ സംഖ്യയോടും 8 കൂട്ടുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം? 127നോടും 8 കൂട്ടണം. 127 + 8 135. അപ്പോൾ ക്ലിയർ ആണ്? ഓരോ സംഖ്യ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിലവിലെ ശരാശരി എന്താണോ അതിനോട് എന്താണോ ചെയ്യാൻ പറയുക. കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, ഗുണിക്കുകയാണെങ്കിൽ അങ്ങനെ, അതങ്ങ് ചെയ്യുക. ഓക്കെ, നോക്കൂ അടുത്ത ചോദ്യം. 5 സംഖ്യകളുടെ ശരാശരി 70. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 5 സംഖ്യകളുണ്ട്. ഈ 5 സംഖ്യകളുടെ ശരാശരി 70. ഉറപ്പല്ലേ? ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. ഇതിൽ ഒരു സംഖ്യയോട് 10 കൂട്ടിയാൽ ശരാശരി 80. അപ്പോൾ 70 പഴയ ശരാശരി. 70നോട് 10 കൂട്ടിയാൽ 80 പക്ഷേ ഓരോ സംഖ്യയോടും എന്നല്ലേ വരേണ്ടത്? ഇവിടെ എന്താ കിടക്കുന്നത്? അതുകൊണ്ട് തെറ്റ്. എന്താണ് ഇതിനർത്ഥം? ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഒരു പേന കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ പേന വീതം കൂടുതൽ കിട്ടിയെന്നല്ലേ അർത്ഥം? എന്നാൽ അതിൽ ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലോ
അതിലേതോ ഒരാളിനെ കൊടുത്തുള്ളൂ, ബാക്കി 9 പേർക്കും കിട്ടിയില്ല. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരടയാളത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് അത് വ്യക്തമായി ശ്രദ്ധിക്കണം. ഒരിക്കലും തെറ്റരുത്, തെറ്റാതെ വേണം ചെയ്യാൻ. ഇതിൽ ഒരു സംഖ്യയോട് 10 കൂട്ടിയാൽ ശരാശരി 80 എന്ന് പറയുന്ന പ്രസ്താവന തെറ്റ്. ഇത് ശരിയാവണമെങ്കിൽ എന്താവണമായിരുന്നു? ഇതിൽ ഓരോ സംഖ്യയോടും 10 കൂടിയിരുന്നെങ്കിൽ ശരാശരി 80 ആകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയാണ്. അടുത്തത്, ഇതിൽ ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ചാൽ ശരാശരി 140. നിലവിലെ ശരാശരി എത്രയായിരുന്നു? 70. അതിൽ ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ചാലോ 70 × 2 എന്ത് തന്നെ? 140 തന്നെ. അപ്പോൾ പ്രസ്താവന 2 എന്താ മക്കളെ? ശരിയാണ്. പ്രസ്താവന 1 തെറ്റിപ്പോയി. കാരണം എന്താണ്? ഓരോ എന്ന വാക്കിന് പകരം ഒരു എന്ന വാക്ക് ഉപയോഗിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ തെറ്റി. 3, ഇതിൽ ഓരോ സംഖ്യയെയും 5 കുറച്ചാൽ, ഓരോ സംഖ്യയിൽ നിന്നും എന്നിവിടെ പറഞ്ഞിട്ട്, ഓരോ സംഖ്യയിൽ നിന്നും 5 കുറച്ചാൽ നിലവിലെ ശരാശരി എത്ര? 70. ഓരോ സംഖ്യയിൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ 70 നിന്ന് 5 കുറച്ചാൽ എത്ര? 65. കറക്റ്റാണ്. ദെൻ 4, ഇതിൽ ഓരോ സംഖ്യയെയും 2 കൊണ്ട് ഹരിച്ചാൽ, ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. നിലവിലെ ശരാശരി 70ആണ്. 70നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം 35. സോ ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്നത് 4 പ്രസ്താവനകൾ. നമ്മളിത് പരിശോധിച്ചപ്പോൾ 1 തെറ്റ്, 2, 3, 4 ശരി. നമുക്ക് ഓപ്ഷൻ നോക്കാം. 1 തെറ്റ്, 2, 3, 4 ശരി. അപ്പോൾ മക്കളെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 സംഖ്യകളുടെ ശരാശരി 70. ഇതിൽ ഓരോ സംഖ്യയോടും എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചോദ്യം വരും. ഓരോ സംഖ്യയോട് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. എത്രയാണോ കൂട്ടുകാനും കുറയ്ക്കാനും ഗുണിക്കാനും പറയുന്നത് അത്രയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശരാശരിയോടങ്ങ് പ്ലസോ മൈനസോ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? എന്നാൽ ഒരു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞാൽ അവിടെ തെറ്റാണ്. ഉറപ്പല്ലേ? അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. ശരി, നമുക്ക് അടുത്തതിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ABCDE എന്നിവ തുടർച്ചയായ ഒറ്റ സംഖ്യകളായാൽ ശരാശരി എന്ത്? ABCDE, ABCDE എന്നിവ തുടർച്ചയായ എന്താണ്? ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സാണ്. ആയാൽ ഇവയുടെ ശരാശരി എന്ത്? ആദ്യത്തെ ഓപ്ഷൻ A+E/5, അടുത്ത ഓപ്ഷൻ A+4, അടുത്ത ഓപ്ഷൻ ABCDE/5. ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യണം. ABCDE എന്നിവ തുടർച്ചയായ ഒറ്റസംഖ്യകളാണ് എങ്കിൽ ശരാശരി എന്ത്? അപ്പോൾ ഈ ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻ ആയിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്. പലർക്കും വേരിയബിൾ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളാക്കണമെങ്കിൽ, ഇക്വേഷൻസൊക്കെ സിമ്പിളാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയൂ? ഇതിനൊരു വാല്യൂ അങ്ങ് അസൈൻ ചെയ്യണം. പിന്നെ നമുക്ക് എല്ലാം എളുപ്പമാണ്. നമ്മൾ ഒറ്റസംഖ്യകളല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ A1, B3, C5, D7, E9. കറക്റ്റ് അല്ലേ? ഒറ്റസംഖ്യകളല്ലേ? അടുത്തടുത്തുള്ള ഒറ്റസംഖ്യകളല്ലേ? ഇത് തന്നെ കൊടുക്കണമെന്നില്ല. ഒരാൾ A5 എന്ന് കൊടുത്താൽ 5, 7, 9, 11, 13. ഇവിടെ ഒരാൾ 11 കൊടുത്താൽ 11, 13, 15, അങ്ങനെ ഇഷ്ടമുള്ള കൊടുക്കുക. കാരണം ഇങ്ങനെ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടുള്ള മെറിറ്റ് എന്താണെന്നറിയാവോ? ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിടക്കാം. ഇനി നമ്മൾ പഠിച്ച റൂള് പ്രകാരം തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ ശരാശരി എവിടെ വരണം? C ആയിരിക്കണം ഉത്തരം. ABCDE തുടർച്ചയായ ഒറ്റ സംഖ്യകളാണെങ്കിൽ മക്കളെ ശരാശരി C ഓപ്ഷനിൽ കാണാനില്ല. C ഇല്ല. അപ്പോൾ ഇവയൊന്നുമല്ല, എഴുതിക്കളയല്ലേ. C അല്ലെങ്കിൽ Cക്ക് തുല്യമായ വാല്യൂ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കൺഫേം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ C നമ്മൾ Aക്ക് 3 എന്നും Bക്ക് 5 എന്നും Aക്ക് 1 എന്നും Bക്ക് 3 എന്നും Cക്ക് 5 എന്നും കൊടുത്ത സ്ഥിതിക്ക് C എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അപ്പോൾ ഈ 1, 3, 5, 7, 9 എന്ന ഡേറ്റ ഇക്വേഷനിലേക്ക് ഉപയോഗിച്ചാൽ 5 എന്ന ഉത്തരം കിട്ടിയാലേ ഇനി ശരിയാവൂ. ഉറപ്പാണ്. നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് നോക്കി. A+E/5. A എത്രയാണ് അവിടെ? 1. E എത്രയാണ് അവിടെ? 9. 1, 9 എത്ര? 10. 10/5 എത്ര? 10/5 എത്ര? 2. തെറ്റ്. നമുക്ക് ഉത്തരം എത്ര? 5 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എത്രയേ കിട്ടിയുള്ളൂ? 2 കിട്ടിയുള്ളൂ. ഓക്കെ, ഇനി ഇത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായോ? A+E/5 തെറ്റാണ്, 2 ശരി. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? ഒരു അരിത്തമെറ്റിക് സീരീസിൻ്റെ ആവറേജ് കാണാൻ ആദ്യ പദം പ്ലസ് അവസാന പദം /2. ആദ്യ പദം പ്ലസ് അവസാന പദം /2 എങ്കിൽ ശരിയാവുമായിരുന്നു. 10/2 ആയിരുന്നെങ്കിൽ 5 എന്ന ഉത്തരം കിട്ടിയേനെ. ഓക്കെ, 2 A+4. A എത്ര ഇവിടെ? 1 +4
എത്ര? 5. കറക്റ്റ്. അപ്പോൾ ഉത്തരം എന്താ? A+4 ആണ് ആൻസർ. പിടികിട്ടി. മൂന്നാമത്തെ നമുക്ക് നോക്കാം. ABCDE/5. ABCDE 1 × 3 3, 3 × 5 15, 15 × 7 105, 105 × 9 വലിയ നമ്പർ ഡിവൈഡഡ് ബൈ 5. കിട്ടുമോ ഈ പറഞ്ഞ 5? ഇല്ല. അപ്പോൾ ഇതെന്തായിരുന്നു അറിയാവോ? ഇതിനിടയിൽ ഒരു പ്ലസ് സൈൻ ഉണ്ടെങ്കിൽ ശരിയാവുമായിരുന്നു. A+B+C+D+E/5 തുക ബൈ എണ്ണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതും തെറ്റ്. അപ്പോൾ ഇവിടെ ഉത്തരം A+4 ആണ്. A+4 ആണ്, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ പറയാണ്, മറ്റൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഈ നമ്പർ കൊണ്ടുള്ള മെറിറ്റ് എങ്ങനെ ഓപ്ഷൻ തന്നാലും ചെയ്യാം. ഇനി ഈ A+4ലേക്ക് എങ്ങനെ വന്നു എന്ന് നോക്കണേ. എയുടെ വാല്യൂ 1 എന്നെടുത്തു, ബിയുടെ വാല്യൂ 3. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ A+2, ശരിയല്ലേ? സിയുടെ വാല്യൂ എന്ന് പറയുന്നത് A+4. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ വേരിയബിൾ അസൈൻ ചെയ്യുക. അപ്പോൾ എളുപ്പവഴി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ എളുപ്പവഴി. ഇപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇത് ഇങ്ങനെ വാല്യൂ കൊടുത്ത് ഈസി ആയിട്ട് സോൾവ് ചെയ്തിരിക്കണം. എളുപ്പവഴി എന്തെന്നറിയാവോ? തന്നിരിക്കുന്നത് ABCD ഒറ്റ സംഖ്യകളല്ലേ? ഒറ്റ ഇരട്ടയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? എളുപ്പവഴി, ആദ്യ പദം എഴുതണം. ഓപ്ഷൻ കണ്ട എത്ര പദങ്ങളുണ്ട്? ABCDE പദങ്ങളുടെ എണ്ണം 5. അതിൽ നിന്ന് 1 കുറച്ചങ്ങ് എഴുതിയാൽ മതി. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. അപ്പോൾ ABCDZ വരെ പറഞ്ഞിരുന്നെങ്കിൽ 26 പദമുണ്ട്. എങ്ങനെ പറയാം? ആദ്യ പദം പ്ലസ് പദങ്ങളുടെ എണ്ണം -1, 26ൽ നിന്ന് 1 കുറച്ചാൽ 25. ഓക്കെ. അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യണം. ഇതാണ് ഡയറക്റ്റ്ലി പഠിച്ചു വെക്കാനുള്ള വഴി. ഇനി എളുപ്പവഴിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ആദ്യ പദം എഴുതി പദങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചെഴുതുക. ആദ്യ പദം എഴുതി പദങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചെഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഇത് നമ്മൾ ഇതുവരെ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളിൽ വലുത് 25 ആയാൽ ആ സംഖ്യകളുടെ ശരാശരി 21 ആണ്. ഓക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളിൽ വലുത് 25. നമുക്ക് നേരത്തെ പരിപാടി 1 2 3 4 5 തുടർച്ചയായ 5 സംഖ്യകൾ, 5 ഒറ്റ സംഖ്യകൾ. അതിൽ വലുത് എത്രയെന്നാണ് പറയുന്നത്? 25 ആയാൽ ശരാശരി 21 എന്നാണ് പറയുക. വലുത് 5ാമത്തെ സംഖ്യയല്ലേ വലുത്? 25. ഇനി ബാക്കി സംഖ്യകൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 25ന് മുമ്പുള്ള സംഖ്യ 23, അതിന് മുമ്പ് 21, അതിന് മുമ്പ് 19, അതിന് മുമ്പ് 17. ഇതാണല്ലോ തുടർച്ചയായ ആ 5 ഒറ്റ സംഖ്യകൾ. ക്ലിയർ അല്ലേ? ശരാശരിയുടെ സ്ഥാനം എപ്പോഴും എവിടെയായിരിക്കും? ശരാശരിയുടെ സ്ഥാനം മധ്യഭാഗത്ത്, മൂന്നാമത്തെ സംഖ്യ 21. അപ്പോൾ ഇവിടെ പറയുന്നു തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളിൽ വലുത് 25 ആയാൽ ആ സംഖ്യകളുടെ ശരാശരി 21. പ്രസ്താവന 1 ശരി. ഉറപ്പല്ലേ? ഇതിനാണ് ഞാൻ നേരത്തെ ഈ മെത്തേഡ് പഠിപ്പിച്ചത്. കാരണം ഏത് ആംഗിളിൽ ഇത് പറഞ്ഞാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവണ്ട. തുടർച്ചയായ 5 സംഖ്യകൾ 1 2 3 4 5 എന്ന് നമ്മൾ എഴുതി. ആ 5 സംഖ്യകളിൽ വലുത് 25 എന്ന് തന്നു. വലുത് 25 ആണെങ്കിൽ ഒറ്റ സംഖ്യകൾ ബാക്കി നമുക്ക് എഴുതാം 2 വീതം കുറച്ച്. 23, 21, 19, 17. ഇതിൽ ശരാശരി എന്ത്? മധ്യഭാഗത്തെ സംഖ്യ ശരാശരി. ഇതിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ 19, ഇതിൽ നാലാമത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ 23. ഏത് സംഖ്യയും നമുക്ക് എഴുതി സോൾവ് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. നമുക്ക് അതിലെ രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരാം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളിൽ വലുത് 40, ചെറുത് 30. തുടർച്ചയായ 5 ഇരട്ട സംഖ്യ 1 2 4 5. അതിൽ വലുത് 40 ആയാൽ ബാക്കി ഇരട്ട സംഖ്യ 38, 36, 34, 32. അപ്പോൾ വലുത് 40, ചെറുത് എത്ര? 32. ഇവിടെ എത്ര പറയുന്നു? 30. അപ്പോൾ തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളിൽ വലുത് 40 ആയാൽ ചെറുത് 32 ആകണം. എന്നാൽ ഇവിടെ എത്രയും തരുന്നു? 30. പ്രസ്താവന തെറ്റ്. ഉറപ്പല്ലേ? അപ്പോൾ ഈ ചോദ്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 2 പ്രസ്താവനകളുണ്ട്. 1 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ തുടർച്ചയായ സംഖ്യകൾ, ഈ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും മധ്യഭാഗത്ത് വരും. അതാണ് നമ്മൾ ആദ്യത്തേതിൽ കണ്ടത്. രണ്ടാമത്തേലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ട, തുടർച്ചയായ സംഖ്യകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കോൺസെപ്റ്റ് തന്നാൽ ഈ മെത്തേഡ് വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ അല്ലേ?